രാഷ്ട്രീയ പ്രവർത്തനം സ്വത്ത് സമ്പാദനത്തിന് എന്ന രീതിയിൽ ബഹുഭൂരിപക്ഷം പേരും മാറുമ്പോൾ അതിനിടയിൽ വളരെ ന്യൂനപക്ഷം പേരാണ് ആത്മാർത്ഥമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. ഇവർക്ക് ഒരുപക്ഷെ സ്വത്തുക്കളോ മറ്റ് വസ്തുവകകളോ ഉണ്ടാവില്ല. ആത്മാർത്ഥമായ രാഷ്ട്രീയ പ്രവർത്തനവും ഒപ്പം തന്നെ ആദർശവും മാത്രമാണ് ഇവരുടെ മുന്നിലുള്ളത്. അല്ലെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും ഒരു ആദർശത്തിൽ അധിഷ്ഠിതമായിട്ടായിരിക്കും ഇവരുടെ രാഷ്ട്രീയ പ്രവർത്തനം. ഇവരാണ് യഥാർത്ഥ രാഷ്ട്രീയക്കാർ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ബഹുഭൂരിപക്ഷം പേരും രാഷ്ട്രീയത്തെ ധനസമ്പാദനത്തിനും അഴിമതിക്കുമായി മാറ്റിവെക്കുമ്പോൾ അതിനിടയിൽ വ്യത്യസ്തരാവുകയാണ് ഇത്തരം വളരെ ന്യൂനപക്ഷം വരുന്ന രാഷ്ട്രീയ പ്രവർത്തകർ. അതിലൊരാളാണ് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥി രാജാജി മാത്യു തോമസ്. അദ്ദേഹത്തിന് സ്വന്തമായി വീട് പോലുമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതുവരെ അദ്ദേഹം 39 വാടക വീടുകളിൽ മാറി മാറി താമസിച്ചു എന്നറിയുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ നിസ്വാർത്ഥ സേവനത്തെപ്പറ്റി നമുക്ക് പറയേണ്ടി വരുന്നത്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. ഇതുവരെ 39 വീടുകളിലാണ് രാജാജി മാത്യു തോമസ് മാറി മാറി താമസിച്ചത്. 39 വീടുകളും വാടക വീടുകളാണ്. ഇപ്പോൾ അദ്ദേഹം താമസിക്കുന്നത് സഹോദരി ഷീലയുടെ പേരിലുള്ള കണ്ണാറയിലെ വീട്ടിലാണ്. ഇത്രയും അദ്ദേഹം വ്യക്തമാക്കിയത് തെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം നൽകിയ സത്യവാങ്മൂലത്തിലെ സ്വത്ത് വിവരത്തിലാണ് ഈ വിവരങ്ങൾ വെളിപ്പെടുന്നത്. ഒരുപക്ഷെ അങ്ങനെ ഒരു സന്ദർഭം വന്നില്ലായിരുന്നുവെങ്കിൽ രാജാജി മാത്യു തോമസിൻ്റെ വീടില്ലാത്ത അവസ്ഥ പുറം ലോകം അറിയില്ലായിരുന്നു എന്ന് വേണം നമുക്ക് കരുതേണ്ടത്. രാജാജി മാത്യു തോമസിൻ്റെ കൈവശം 5000 രൂപ മാത്രമാണ് ഉള്ളത്. ഭാര്യയുടെ കയ്യിൽ 3000 രൂപയാണുള്ളത്. മകളുടെ കൈവശം 1000 രൂപ സ്ഥിര നിക്ഷേപമായി രാജാജിക്ക് ട്രഷറിയിലെ 30,000 രൂപയടക്കം 35,296 രൂപയാണ് ആകെയുള്ളത്. ഭാര്യയുടെ കൈവശം 8 ഗ്രാം സ്വർണമുണ്ട്. അതായത് 22,400 രൂപ വില മതിക്കുന്ന സ്വർണമാണ് ഇത്. ഇതുൾപ്പെടെ ആകെ 25,400 രൂപയുടെ സമ്പാദ്യമാണ് ഉള്ളത്. മകളുടെ കയ്യിൽ 8 ഗ്രാം സ്വർണം ഉൾപ്പെടെ 23,400 രൂപയുടെ സമ്പാദ്യമുണ്ട്. ഭാര്യയുടെ കൈവശമുള്ള ആസ്തി വില അതായത് 28 സെൻറ്റ് വസ്തുവുണ്ട്. 28 ലക്ഷം രൂപയാണ് അതിൻ്റെ ആസ്തി വില കണക്കാക്കിയിരിക്കുന്നത്. രാജാജി മാത്യു തോമസിന് 23.5 ലക്ഷത്തിൻ്റെ ബാധ്യതയുണ്ട്. ഭാര്യയ്ക്ക് 1 ലക്ഷം രൂപയുടെ ബാധ്യതയുണ്ട്. രാജാജിയുടെ പേരിൽ നിലവിൽ പോലീസ് കേസുകൾ ഒന്നുമില്ല എന്നുള്ളതും എടുത്തു പറയത്തക്ക കാര്യമാണ്. ഇത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകനെയാണ് തൃശ്ശൂരിൽ LDF നിർത്തിയിരിക്കുന്നത് എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമാണ്. അതേസമയം കോൺഗ്രസിൻ്റെ TN പ്രതാപൻ, അദ്ദേഹം നേരത്തെ UDFൻ്റെ MLA ആയിരുന്നു. ഇപ്പോൾ അദ്ദേഹം മത്സരിക്കുന്നത് UDF സ്ഥാനാർത്ഥിയായിട്ടാണ്. അദ്ദേഹത്തിൻ്റെ സത്യവാങ്മൂലത്തിലെ വിവരങ്ങൾ ഇങ്ങനെയാണ്. ആകെ സ്വത്ത് 23.7 ലക്ഷം, കയ്യിലുള്ള പണം 30,000 രൂപ, ഭാര്യയുടെ കൈവശം 5000 രൂപ, വാഹനം 19 ലക്ഷം മതിപ്പ് വിലയുള്ള ഇന്നോവ, കൈവശമുള്ള സ്വർണം ഇല്ല, അദ്ദേഹത്തിൻ്റെ കയ്യിൽ സ്വർണ്ണമില്ല. ഭാര്യയുടെ കൈവശം 320 ഗ്രാം സ്വർണ്ണമാണുള്ളത്. 9.60 ലക്ഷം രൂപ വിലമതിക്കും ഈ സ്വർണത്തിന്. ഭാര്യയുടെ ആകെ ആസ്തി 13.9 ലക്ഷം. ആശ്രിതരുടെ ആസ്തി 24 ലക്ഷം രൂപ. ബാധ്യത 10 ലക്ഷം രൂപയുണ്ട് പ്രതാപന്. അത് വാഹനം വാങ്ങിയ ഇനത്തിലാണ്. ആശ്രിത ബാധ്യത 19 ലക്ഷം രൂപ. അത് വിദ്യാഭ്യാസ വായ്പ എടുത്തതിൻ്റെ കണക്കിലാണ്. കെട്ടിടങ്ങളുടെ മൂല്യം 25 ലക്ഷം. കൃഷിഭൂമിയുടെ കമ്പോള വില 12 ലക്ഷം. അത് 7 കേസുകൾ TN പ്രതാപൻ്റെ പേരിലുണ്ട്. ഏതായാലും ഈ 2 സ്ഥാനാർത്ഥികളും പൊതുവിൽ പറഞ്ഞാൽ നിസ്വാർത്ഥമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരാണ്. അദ്ദേഹത്തിന് TN പ്രതാപനെ സംബന്ധിച്ച് അദ്ദേഹത്തിനുള്ള ബാധ്യത എന്ന് പറയുന്നത് ഒരു വണ്ടി എടുത്തതിൻ്റെയും ഒപ്പം വിദ്യാഭ്യാസ വായ്പ എടുത്തതിൻ്റെയും പേരിലുള്ള ബാധ്യതയാണ്. മറ്റ് തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള ബാധ്യതയും അദ്ദേഹത്തിനില്ല. 7 കേസുകളുണ്ട് എന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു. ഇത് രണ്ടുമാണ് LDFൻ്റെയും UDFൻ്റെയും സ്ഥാനാർത്ഥികൾ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ, താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന മൊത്തത്തിലുള്ള ഒരു പ്രതിച്ഛായ.